വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരാൻ ഇന്ത്യ ഇന്നിറങ്ങും. അവസാന ദിനമായി ഇന്ന് 90 ഓവർ ബാക്കി നിൽക്കെ വെറും 58 റൺസാണ് ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടത്. യശസ്വി ജയ്സ്വാളിന്റെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. 25 റൺസുമായി KL രാഹുലും 30 റൺസുമായി സായി സുദർശനുമാണ് ക്രീസിലുള്ളത്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും പരിശീലകൻ ഗൗതം ഗംഭീറും ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യ പരമ്പരയാണ് ലക്ഷ്യമിടുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഫ്രാൻസിനെ സമനിലയിൽ തളച്ച ഐസ്ലൻഡ്. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. പരിക്ക് മൂലം സൂപ്പർ താരം കിലിയൻ എംബാപ്പെ കളിക്കാനിറങ്ങിയിരുന്നില്ല. മറ്റു മത്സരങ്ങളിൽ ജർമ്മനി 1 ഗോളിന് വടക്കൻ അയർലൻഡിനെ തോൽപ്പിച്ചു. വെയിൽസിനെ 2-4 ഗോളുകൾക്ക് തോൽപ്പിച്ച ബെൽജിയം യോഗ്യതാ മത്സരത്തിലെ 4ാം ജയം സ്വന്തമാക്കി. ഗ്രൂപ്പ് ബിയിലെ 1ാം സ്ഥാനക്കാരായ സ്വിറ്റ്സർലൻഡിനെ സ്ലൊവേനിയ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. രഞ്ജി ട്രോഫി സീസൺ ഇറങ്ങി കേരള ടീം. നാളെ ആദ്യ മത്സരത്തിൽ മഹാരാഷ്ട്രയാണ് എതിരാളികൾ. ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയ സഞ്ജു സാംസണിലാണ് ടീമിന്റെ പ്രതീക്ഷ. പുതിയ ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീന് കീഴിലാണ് ടീം ഇറങ്ങുക. സച്ചിൻ ബേബിയും ടീമിലുണ്ട്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കഴിഞ്ഞ സീസണിൽ ഫൈനലിലെത്തിയ ആത്മവിശ്വാസത്തിലാണ് കേരളം ഇറങ്ങുന്നത്. അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ ബ്രസീലിൽ നിന്ന് ജപ്പാൻ എതിരാളികൾ. ടോക്കിയോയിൽ വൈകിട്ട് 4 മണിക്കാണ് മത്സരം. കൊറിയയെ എതിരില്ലാത്ത 5 ഗോളിന് തകർത്ത ആത്മവിശ്വാസവുമായാണ് ബ്രസീൽ ഇറങ്ങുന്നത്. ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ ലോകകപ്പ് കളിക്കുമെന്ന് സൂചന നൽകി പരിശീലകൻ കാർലോ ആൻചലോട്ടി. നെയ്മറിന് പരിക്കില്ലെങ്കിൽ ടീമിൽ സ്ഥാനമുറപ്പെന്ന് ബ്രസീൽ കോച്ച്. പൂർണ്ണമായും കളിക്കാൻ ഫിറ്റാണെങ്കിൽ നെയ്മറിനെ ലോകത്തിൽ ഒരു ടീമിനും ഒഴിവാക്കാനാകില്ലെന്നും ആൻചലോട്ടിയുടെ പ്രശംസ. ലോക ചാമ്പ്യന്മാരായ അർജന്റീന നാളെ പ്യൂർട്ടോറിക്കയെ നേരിടും. നാളെ പുലർച്ചെ 5:30 അമേരിക്കയിലാണ് മത്സരം. ലിയോണൽ മെസ്സി നാളെ ടീമിനായി കളത്തിലിറങ്ങും. അവസാന മത്സരത്തിൽ മെസ്സി കളിച്ചിരുന്നില്ല. അണ്ടർ-17 വനിതാ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യക്ക് ജയത്തുടക്കം. കിർഗിസ്ഥാനെ 1-2 ഗോളിന് തോൽപ്പിച്ചു. 90-ാം മിനിറ്റിൽ ഗോൾ നേടിയ ക്യാപ്റ്റൻ ജുലനാണ് ഇന്ത്യക്ക് ജയം സമ്മാനിച്ചത്.